പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് അറിയിക്കുവാനുള്ള സദ്വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നത്. പ്രിയ സ്നേഹിതരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയം. ആ സമയം എന്തിനാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നത്? അത് വ്യക്തമായി നമ്മളൊന്ന് മനസ്സിലാക്കി ഈ ജീവിതത്തെ ഒന്ന് മാറ്റിപ്പിടിക്കുവാൻ സ്വർഗസ്വനായ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്ത് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ താഴ്മയായി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂട്ടും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ. മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ. സത്യമാ ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂട്ടും ഭരണങ്ങൾ കൊടുക്കുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലെ, വാഹിച്ചിടാം താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാഴ്ചവഴിയെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലെ, വഹിച്ചിടാം താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാഴ്ചവഴിയെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി. നാമൂട്ടും ഭരണങ്ങൾ ഒഴുകുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ.
നാഥനേശുവോട് നിത്യമാം രാജാവാ രാജാധിരാജൻ ഒരുങ്ങുക പരമായിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശുവോട് നിത്യമാം രാജാവാൻ രാജാധിരാജൻ കീഴേ നേരെ ഒരുങ്ങുക പരമാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ നാനൂട്ടും ഭരണങ്ങൾ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ ചതിയനാ പിശാചിന്റെ ദുർഭരണം തീരുന്നേ സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ നാമൂട്ടും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറു കണികയായ ഈ ഭൂമിയിലെ 7 വൻകരകളിലെ ഒരു വൻകരയായ ഏഷ്യ വൻകരയിലെ പല രാജ്യങ്ങളിൽ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ ഈ ഒരു ചെറിയ ഭാഗത്ത് സൃഷ്ടാവായ ദൈവത്തിന്റെ അരുളപ്പാടുമായി പ്രഭാതത്തിൽ നിൽക്കുവാൻ ദൈവം തന്ന ഈ സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു അരുളപ്പാട് നിങ്ങളെ അറിയിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ ഈ ദേശത്തുനിന്ന് യാത്രയാകും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൃഷ്ടാവ് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മെപ്പോലെ മരണമില്ലാത്ത നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി എന്ത് എന്ന് നിങ്ങളെ അറിയിച്ച് ഞങ്ങൾ കടന്നു പോവുകയാണ്. ഞങ്ങളൊരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ വ്യക്താക്കളല്ല, പകരം സൃഷ്ടാവായ ദൈവത്തിന്റെ ഭൂമിയിലെ പ്രകാശനങ്ങളാണ്. ആ ദൈവത്തിന്റെ ചിന്ത നിങ്ങളെ അറിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ പുസ്തകമല്ല, മതത്തിന്റെയോ സംഘടനയുടെയോ പുസ്തകമല്ല. സൃഷ്ടാവായ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി എന്തെന്ന് മനുഷ്യനെ അറിയിക്കുന്ന ദൈവത്തിന്റെ സ്നേഹലേഖനമാണ്. ആ സ്നേഹലേഖനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു? രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവ സൃഷ്ടികൾക്കും സാക്ഷ്യമായി, സർവ രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോളം അറിയിക്കും. അതോടെ ഈ യുഗം അവസാനിക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, അത് എന്താണ്? ഇത് ആരാണ് ഇത് അറിയിച്ചത്? പ്രിയ സഹോദരങ്ങളെ, സൃഷ്ടാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ വിളിച്ചു പറഞ്ഞ വാക്യമാണ്. എന്താണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം? എന്താണ് അതിന്റെ അർത്ഥം? രാജത്വത്തിന്റെ സുവിശേഷം മറ്റൊന്നുമല്ല, സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ ദൈവം, നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവ്, മനുഷ്യരായ നമ്മളോട് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളോട് കൂടെ തന്റെ കുടുംബം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും തന്റെ മക്കളാക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം പരമാധികാരിയായ കുടുംബത്തിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് രാജത്വത്തിന്റെ സുവിശേഷം. സർവപ്രപഞ്ചവും വാഴുന്ന ആ കുടുംബത്തിലേക്ക് നാം എത്തപ്പെട്ടാൽ
ഈ ഭൂമിയുടെ ഭരണം ദൈവത്തിന് വേണ്ടി നാം ഏറ്റെടുക്കണം, ദൈവത്തിന്റെ മക്കളായ നാം. ഇതാണ് ആ സന്ദേശം. ഒന്ന്, ദൈവ കുടുംബത്തിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു. രണ്ട്, ഈ ഭൂമിയുടെ ഭരണം ദൈവത്തിന് വേണ്ടി നാം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രാജത്വത്തിന്റെ സുവിശേഷം എന്താ നിങ്ങൾക്ക് മനസ്സിലായി? ഇതിൽ ജാതിയുമില്ല, മതവുമില്ല, സംഘടനയില്ല, ഗ്രൂപ്പുമില്ല. സൃഷ്ടാവായ ദൈവം ഇന്ന് മനുഷ്യരായ നമ്മളെ, മരണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മളെ ഇതാ തന്റെ മക്കളായി തന്റെ കുടുംബത്തിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. തുടർന്ന് ഈ ഭൂമിയുടെ രാജാക്കന്മാരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ നല്ല വിശേഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു വ്യക്തി തന്റെ ഭവനത്തിലെ തന്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹത്തിലെ ഇൻവിറ്റേഷൻ കൊണ്ടുവരുന്നത് പോലെ ഇതാ ഈ ദേശത്തേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇൻവിറ്റേഷനുമായി ഞങ്ങൾ കടന്നു വരികയാണ്. ആർക്ക് വേണമെങ്കിലും അത് സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിച്ച് ഇതാ ഞാൻ ദൈവത്തിന്റെ മകനായി, ദൈവ കുടുംബത്തിലെ അംഗമായി ഈ ഭൂമിയുടെ രാജാവായി തീരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കുമാണ് ഇനി അടുത്ത സന്ദേശം. എങ്ങനെ അവിടെ എത്തിച്ചേരാം? ഇതാ എനിക്ക് ഡോക്ടറാകണം എന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടിക്കാണ് അതിന്റെ മാർഗം പറഞ്ഞു കൊടുക്കുന്നത്. നീ എൻട്രൻസ് എക്സാം പാസ്സായി, മെഡിക്കൽ എൻട്രൻസ് എക്സാം പാസ്സായി, ഒരു MBBS പഠിപ്പിക്കുന്ന കോളേജിൽ ചേർന്ന് 5 വർഷം പഠിച്ച് പാസ്സായ നിനക്കൊരു ഡോക്ടറാക്കാം. ഇതേപോലെ എനിക്കും നിങ്ങൾക്ക് മനുഷ്യരായ ഏതാനും ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച് മരണം കീഴ്പ്പെടുത്തി മടങ്ങുന്ന മനുഷ്യരായ നമുക്ക് ദൈവം തരുന്ന സന്ദേശമാണ്, സുവിശേഷമാണ്, നല്ല വിശേഷമാണ്. തന്റെ ഭവനത്തിൽ തന്റെ മക്കളായി നിത്യം നിലകൊള്ളുകയും ഈ ഭൂമിയുടെ രാജാക്കന്മാരായി മരണമില്ലാത്തവരായി ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് വരാൻ കുഞ്ഞെ നിനക്ക് താല്പര്യമുണ്ട് എങ്കിൽ അതിന്റെ വഴിയാണ് തുടർന്ന് പറയുവാനായിട്ട് പോകുന്നത്. അതിലേക്ക് നമ്മൾ എത്തപ്പെടണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറണം. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മളുടെ പണമല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ കളറല്ല, ഇവിടെയുള്ള ഒന്നുമല്ല നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപമാണ്. എന്നാൽ ഈ പാപം മാറി ദൈവത്തോട് ചേർന്ന് ഒന്നായി നിലകൊള്ളുവാൻ പ്രിയമകനെ പ്രിയമകനെ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പാപത്തിന്റെ മാറ്റത്തിന് ഒരേ ഒരു വഴിയേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. നിങ്ങൾക്കറിയാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ല എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ മരണം കീഴടക്കുന്നത്. മരണത്തിൽ നിന്നുള്ള പരിഹാരം ഇവിടെ ഒരു കടകളിലും കിട്ടാനില്ല. മരണത്തിനുള്ള പരിഹാരം ഒരു ഗവൺമെന്റിനും തരാനില്ല. മരണത്തിന് മറുമരുന്ന് ഒരു മെഡിക്കൽ ഷോപ്പിലും കിട്ടാനില്ല. നമ്മുടെ ആശുപത്രികളെ നമ്മൾ ബഹുമാനിക്കുന്നു, പക്ഷേ ഇതുവരെയും ഒരു കേസ് പോലും ആശുപത്രികളിൽ ജയിച്ചിട്ടില്ല. ഒരു വ്യക്തിയെ പോലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു വ്യക്തിയെ പോലും മരണമില്ലാതെ ആക്കുവാൻ ഒരു ആശുപത്രിക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങ് ചെറിയ ക്ലിനിക്ക് മുതൽ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് വരെ എടുത്തു നോക്കിയാൽ ഓരോ ആശുപത്രികളും ഇതുവരെയും തങ്ങളിൽ പ്രവേശിപ്പിച്ച ഒരു മനുഷ്യനെ മരണമില്ലാതെ ആക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാ നിങ്ങളുടെ അധ്വാനിക്കുന്നു, ഇതാ കടകൾ നടത്തുന്നു, ഓട്ടോറിക്ഷ ഓടിക്കുന്നു, ഇതാ പല പണികളും ചെയ്ത് ജീവിക്കുന്നു. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ മോഷ്ടിച്ചെടുക്കുവാൻ ഒരുത്തൻ നിങ്ങളുടെ വാദിക്കാൻ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിയുമോ? നിങ്ങൾ ചോദിക്കും, ആരാണവൻ? എന്റെ കടയുടെ മുഖത്ത് അങ്ങനെ ആരും ഞാൻ കാണുന്നില്ലല്ലോ.
പ്രിയ മകനെ, പ്രിയ മകളെ, നീ കണ്ടാലും കണ്ടില്ലേലും ഒന്നും ചെയ്യാൻ പറ്റില്ല പുള്ളിയെ. അവന്റെ പേരാണ് മരണം. നീ ഉണ്ടാക്കി വെക്കുന്നത് മുഴുവൻ നിന്നിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുവാൻ നീ എത്ര ശക്തനെങ്കിലും, എത്ര തലവാനെങ്കിലും, എത്ര വലിയ ബ്ലാക്ക് ആൻഡ് സെക്യൂരിറ്റിക്കുള്ളിൽ ജീവിക്കുന്നവരെങ്കിലും കുഞ്ഞെ നിന്നെ പരാജയപ്പെടുത്തുന്ന മരണം നിന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം പാപമാണ്. ഈ പാപത്തിൽ നിന്ന് നമുക്കൊരു മാറ്റം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവോടൊപ്പം ജീവിപ്പാൻ നമുക്കൊരു അവസരം കിട്ടുമെന്നുള്ള കാര്യം നീ മറക്കരുത്. അതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച് ദൈവം നമ്മളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം 3.5 വർഷക്കാലം താൻ പറഞ്ഞുകൊണ്ട് തുടർന്ന് ആ ക്രിസ്തു ചെയ്തത് എന്തെന്നറിയാമോ? ഈ സന്ദേശം സ്വീകരിച്ച് ദൈവത്തോടൊപ്പം ജീവിപ്പാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ വഴിയൊരുക്കുവാൻ വേണ്ടി ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി എന്ന ആ നല്ല സത്യം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചറിയിക്കുകയാണ്. ആ യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് തുടർന്നുള്ള നാളുകൾ ആ യേശുവിനെ അനുഗമിച്ച് അനുസരിപ്പാൻ പ്രിയ മകനെ, പ്രിയ മകളെ, നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ഈ ദൈവരാജ്യത്തിലേക്ക് ദൈവത്തിന്റെ മകനായി എത്തിച്ചേരുവാൻ കഴിയുമെന്നുള്ള സത്വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ മകനായി ദൈവ കുടുംബത്തിൽ നിത്യം ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഇതാ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രിയ മകനെ, പ്രിയ മകളെ, മരണം നിന്നെ കീഴടക്കുക. ഈ ആരായാലും ശരി, നീ റിക്ഷ ഓടിക്കുന്ന ഒരാളായാലും ശരി, കാർ ഓടിക്കുന്ന ആളായാലും ശരി, കട നടത്തുന്ന ആളായാലും ശരി, നീ ഒരു ടെക്നീഷ്യൻ ആയാലും, ഒരു എഞ്ചിനീയർ ആയാലും, ഒരു നഴ്സ് ആയാലും, ഒരു വീട്ടമ്മയായാലും, ഈ ആരായാലും, ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാലും മരണത്തിന് നമ്മളെ ആരെയും യാതൊരു റെസ്പെക്റ്റും ഇല്ല. അവൻ നമ്മളെ കൊല്ലും. നമ്മുടെ ബാങ്ക് ഡിപ്പോസിറ്റുകൾ നമുക്ക് 0 ആയി തീരും. നാം ഹീറോ ആകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോക വിദ്യാഭ്യാസത്തിൽ ഓടുന്നു. എന്നാൽ ഞാനൊന്ന് ഉറപ്പ് തരട്ടെ നിങ്ങൾക്ക്, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. ഇവിടെ ആർക്കും ഇവിടുത്തെ സിസ്റ്റം പ്രകാരം ഹീറോ ആകുവാൻ പറ്റില്ല. മരണം നമ്മളെ 0 ആക്കും. നമ്മൾക്ക് പറയാം ഞാൻ ഹീറോ ആകാൻ വേണ്ടിയാ പ്രവർത്തിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കിക്കോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കട്ടെ, നിങ്ങളുടെ ജീവിതം ഒരു 0 ആയി തീരും. മരണം നിങ്ങളെ 0 ആക്കും. അതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം ആകാശത്തിലേക്ക് മനുഷ്യരുടെയിൽ മനുഷ്യരക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമമാണ് തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമം. ആ ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പാപം നിമിത്തമുള്ള മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിയിലേക്ക് കടന്നുകൊണ്ട് ദൈവഭവനത്തിൽ ദൈവത്തിന്റെ മകനായി ഈ ഭൂമിയുടെ രാജാവായി തീരുക. നിന്റെ അപ്പൻ നിന്നെ ക്ഷണിക്കുമ്പോൾ മരണത്തിന്റെ ജയം അവസാനിക്കും. മരണമേ, നിന്റെ ജയം എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജനത്തെ സ്വർഗത്തിലെ ദൈവം തന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിലൂടെ തന്റെ പുത്രനെ ഒരുക്കിയെടുക്കുന്നതിലേക്ക് നിങ്ങളെ ഏവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇനിയും താമസിക്കല്ലേ മകനെ, ഇനിയും താമസിക്കല്ലേ മകളെ. നിന്റെ സ്ഥാനമാനങ്ങൾ ഇപ്പോൾ മരണം നിന്റെ ജീവിതത്തിൽ എടുത്തു മാറ്റുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സർവപ്രപഞ്ചത്തിന്റെ ഒരേവനായ സൃഷ്ടാവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഈ ദേശനിവാസികൾ ആഹ്വാനം തരികയാണ്. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ഈ പറയുന്ന നിമിഷം തന്നെ യേശുവിന്റെ ഹൃദയത്തിൽ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവിനെ അനുഗമിക്കാൻ തീരുമാനമെടുക്കുക. ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ദേശത്ത് കടന്നു പോവുകയാണ്. നാളെ ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് ആരും പറയുവാനായിട്ട് ഇടയാക്കരുത്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടേതായ ജോലി വേലകളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ബിസിനസ്സുകളെ അനുഗ്രഹിക്കുന്നു. അപ്പൊ സർവ്വ മേഖലയിലും ഈ മക്കളുടെ അനുഗ്രഹമായി തീരട്ടെ. എന്നാൽ ഈ അനുഗ്രഹങ്ങളല്ല മരണം തൂത്തറിയുന്നതിന് മുമ്പ് അങ്ങയുടെ ദിവ്യമായ സുവിശേഷമായ ദൈവരാജ്യ സുവിശേഷം കേട്ട് അങ്ങയുടെ മകന്റെ നാമം വിളിച്ചപ്പോൾ
വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നാം വിളിച്ചപേക്ഷിച്ച് അങ്ങനെ എത്തിച്ചേരുവാനുള്ള സുബോധവും ഈ മക്കൾ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായി മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഈ സുവിശേഷം ഈ ദേശത്തിന് മാത്രമല്ല, ഈ ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുകയും കേൾക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതൊരു അനുഗ്രഹമായി തീരണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശവാസികളെല്ലാം ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഈ ശുശ്രൂഷ ഓൺലൈനിലൂടെ അനുഭവിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇതാ ഞങ്ങളുടെ പ്രസംഗിച്ച് കടന്നു പോവുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മറക്കും. എന്നാൽ ഇതാ ഞങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ അടുക്കൽ 2 നോട്ടീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നോട്ടീസുകളിൽ നിങ്ങൾ ഈ കാര്യം മറന്നു പോകാതിരിക്കാനായിട്ട് ആദ്യത്തെ നോട്ടീസിൽ അതൊരു ട്രാക്റ്റ് ആണ്. ദൈവം മനുഷ്യരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാം, മനസ്സിലാക്കാം. രണ്ടാമത്തെ നോട്ടീസ് ഇതാ ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇതാ എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിക്കടുത്ത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസത്തിൽ 7 ദിവസം ആദ്യത്തെ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വചന ധ്യാനമുണ്ട്. അവിടെ നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാവുന്നതാണ് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ ഇതിന്റെ താഴെ ഞങ്ങൾ ടെലിഫോൺ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ടെലിഫോൺ നമ്പറുകളിൽ പ്രിയ മക്കളെ നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഇതാ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ ലോകത്തിലെ എല്ലാ വേലകളും നല്ലതാണ്. നന്മയായി ചെയ്യുന്ന, തിന്മ ചെയ്യാതെ, ആരുടെ മോഷ്ടിക്കാതെ കൈകൊണ്ട് അധ്വാനിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ വേലകളും നല്ലതാണ്. അങ്ങനെ ചെയ്യുവാൻ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. പക്ഷെ അപ്പോൾ തന്നെ ഒരു കാര്യം, നിങ്ങൾ എത്ര സമ്പാദിച്ചാലും, നിങ്ങൾ എത്ര സ്മാർട്ടായാലും അതെല്ലാം മോഷ്ടിക്കാൻ മരണം എന്ന കള്ളൻ നിങ്ങളുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ബാങ്കിലെ ബാലൻസ് സർവ്വവും 0 ആക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന, നിങ്ങളുടെ ആരോഗ്യം സർവ്വവും നിങ്ങൾ ഈ ഭൂമിയിൽ വട്ടപൂജ്യമാക്കുന്ന ഈ സിസ്റ്റം നിങ്ങൾ വെളിയുന്നതിന് മുമ്പ് ഇതാ ഈ ദിവ്യമായ സുവിശേഷം അവകാശമാക്കുവാൻ, ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ മക്കളായി ഈ ഭൂമിയുടെ രാജാക്കന്മാരെ തീരുവാൻ നിങ്ങളെ വിളിക്കുന്ന ഈ സുവിശേഷം ഞങ്ങൾ നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദേശം ഇതാ ഇന്ന് ഈ സന്ദേശത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുകയാണ്. മരണമില്ലാത്ത ഇതാ ആ ജാതിയോ മതോ സംഘടനയില്ലാത്ത ആ അപ്പന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഏവരെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളിതാ കടന്നു പോവുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.